Hi, welcome back to English Lesson Aids. Today we are going to find out the answer to this particular question. Pick out the noun phrase from the subject position. My old sentence ഇതാണ്. My old sister Rosie had won the jacket a few years back. Now let's look at the question once again. Pick out the noun phrase from the subject position. Subject position ഏതാണെന്ന് നോക്കുക. അവിടെയുള്ള noun phrase ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. അപ്പോൾ സബ്ജക്റ്റ് പൊസിഷൻ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. യൂഷ്വലി ഇറ്റ് കംസ് ബിഫോർ എന്താണ്, വേർബിന് മുമ്പാണ്. ഹാഡ് വൺ എന്നുള്ളതാണ് അതിലുള്ള വേർബ്, ഹാഡ് വൺ. അപ്പം അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? റോസി. ഓക്കെ, റോസി ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഇനി വാട്ട് ഈസ് എ ഫ്രേസ്? ഫ്രേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നൗൺ ഉണ്ടായിരിക്കും, മെയിൻ നൗൺ. ഓക്കെ, ഹെഡ് നൗൺ. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് ഹെഡ് നൗൺ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇറ്റ് ഈസ് റോസി. ഇനി ഈ നൗൺ ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാകുക? അപ്പോൾ നമുക്ക് ഏതൊക്കെ വേർഡ്സ് കൂടി ചേർന്നാലാണ് നൗൺ ഫ്രേസ് എന്ന് അറിയണമല്ലോ. അപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീനിങ് ഫുൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, നോട്ട് കംപ്ലീറ്റ് ഇൻ എവറി സെൻസ്. അപ്പം കംപ്ലീറ്റ് സെൻസിൽ അല്ലെങ്കിലും ഇറ്റ്സ് എ മീനിങ് ഫുൾ വൺ. അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്ന ഒരു കണ്ടീഷനാണ് നൗൺ ഫ്രേസിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളത്. എന്തൊക്കെ ഉണ്ടാകും നൗൺ ഫ്രേസിൽ? അഡ്ജക്റ്റീവ്സ് ഉണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ പൊസസീവ് പ്രൊനൗൺസ് ഉണ്ടാകാം. അഡ്ജക്റ്റീവ്സ് കൂടാതെ നമ്മൾ ജനറലി പറയുക ഡിറ്റർമിനേഴ്സ് ഉണ്ടാവുന്നതാണ്. ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ് എ ആൻഡ് ദ. ഓർ ഇറ്റ് കുഡ് ബി പൊസസീവ് പ്രൊനൗൺസ്, ഓർ ഇറ്റ് കുഡ് ബി പൊസസീവ്, ഇറ്റ് കുഡ് ബി demonstrative pronouns. Okay, or quantifiers, ക്വാണ്ടിറ്റി കാണിക്കുന്ന വാക്കുകൾ. സം, മെനി, എ ഫ്യൂ, ഫ്യൂ, ലിറ്റിൽ, എ ലിറ്റിൽ, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ. ഓക്കെ, ക്വാണ്ടിഫയർ, ക്വാണ്ടിറ്റി സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ നമുക്കിതിൽ നോക്കാം. മൈ എന്നുള്ളത് എന്താണ്? മൈ ഇസ് എ പൊസസീവ് പ്രൊനൗൺ. എൻ്റെ പ്രൊനൗൺ ആണ്. നൗണിന് പകരം നിൽക്കുന്ന വാക്കുകൾ. ഓക്കെ, പ്രൊനൗൺ ആണ് മൈ. ഇനി ഓൾഡ് ഇസ് എ അഡ്ജക്റ്റീവ്. മൈ ഓൾഡ് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുള്ളായോ? എൻ്റെ വയസ്സായ? ഇല്ല. സോ നമുക്ക് നോക്കാം അടുത്ത് സിസ്റ്റർ. സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നൗൺ അഗെയിൻ. നൗൺ ആണ്. ഇറ്റ് ബിലോങ്സ് ടു കോമൺ നൗൺസ്. ഇനി അതുകൂടാതെ നമുക്ക് റോസി ഉണ്ട്. ഹെഡ് നൗൺ ആണ്, നമുക്കറിയാം. അപ്പോൾ ഹെഡ് നൗൺ പ്രിസീഡഡ് ബൈ ദ ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്സ് ഓർ ക്വാണ്ടിഫയേഴ്സ്. ഇനിയാണ് എന്തെന്ന് പറയാം? നൗൺ ഫ്രേസ്. അപ്പോൾ നൗൺ ഫ്രേസ് ആയിട്ട് നമുക്കിവിടെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. മൈ ഓൾഡ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് പൂർണ്ണമായിട്ടില്ല. മൈ ഓൾഡ് സിസ്റ്റർ, ആരാണ് ഓൾഡ് സിസ്റ്റർ? റോസി. സോ മൈ ഓൾഡ് സിസ്റ്റർ റോസി, അത്രയും ഭാഗമാണ് ഈ സെൻറ്റൻസിലുള്ള നൗൺ ഫ്രേസ്. ഓൾറൈറ്റ്, ഓക്കെ ദെൻ, താങ്ക് യു. ഇനി ഈ സെൻറ്റൻസിൽ വേറെ ഏതെങ്കിലും നൗൺ ഫ്രേസ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. അതേതാണ്? ജാക്കറ്റ്. ഓക്കെ, ദ ജാക്കറ്റ്. ദ എന്നുള്ളത് ഒരു ആർട്ടിക്കിളാണ്, ജാക്കറ്റ് എന്നുള്ളത് നൗണാണ്. അപ്പോൾ ആർട്ടിക്കിളും നൗണും കൂടി ചേർന്ന് നമുക്കൊരു നൗൺ ഫ്രേസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് വാട്ട് ഈസ് ദാറ്റ്? അത് ഒരു സബ്ജക്റ്റ് പൊസിഷനല്ല, ഒബ്ജക്റ്റ് പൊസിഷനാണ്. ഓക്കെ, സോ അതുകൊണ്ട് അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല ആസ് നൗൺ ഫ്രേസ് ഫ്രം ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇനി അപ്പുറത്ത് കിടക്കുന്നത് യേഴ്സ് എന്ന് കാണുമ്പോൾ നമുക്കൊരു നൗൺ കാണുന്നുണ്ട് അവിടെ. ബട്ട് വി ഫീൽ കൺഫ്യൂസ്ഡ് അല്ലേ? ബട്ട് അത് നോക്കുക, അത് എന്താണ്? അത് എന്തിൻ്റെ ഉത്തരവാണത്? എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. എപ്പോൾ മൈ ഓൾഡ് സിസ്റ്റർ റോസി ഹാഡ് വൺ ദ ജാക്കറ്റ്. എപ്പോഴാണ് കിട്ടിയത്?
ഓക്കെ, എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ നമ്മൾ ഒരിക്കലും സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ആഡ്വർബിയൽ phrase of time. Okay.